ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തത് വലിയ കൊട്ടിഘോഷങ്ങളോട് കൂടിയിട്ടാണ്. നമ്മളെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിസ്റ്റൻസ് കോഴ്സുകൾ അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ശ്രീനാരായണ ഗുരുവിലേക്ക് കൊണ്ടുവന്നതാണ്. കേരളത്തിന്റെ അതെ 25ാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് SGOE വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്. 24 യൂണിവേഴ്സിറ്റിക്കും സ്വഭാവമുണ്ട്. UGC കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓൺലൈനും ഡിസ്റ്റൻസും റെഗുലറും എല്ലാവർക്കും ഈക്വൽ വാല്യൂ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നുള്ളത്. അത് കഴിഞ്ഞ ആഴ്ച ഒരു ഹൈക്കോടതി വിധി വന്നത്. അതെ, ഇഗ്നോയുടെ ഈക്വലൻസി കൊടുക്കണം എന്നല്ല, ഇഗ്നോക്ക് ഈക്വലൻസി ചോദിക്കരുത് എന്നുള്ളതാണ്. എപ്പോഴും കേരളത്തിലെ ഡിസ്റ്റൻസ് പഠിക്കുന്ന കുട്ടികളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് എക്സാം നടക്കൂല, കൃത്യമായിട്ട് റിസൾട്ട് വരില്ല. ഇതൊക്കെയായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഷ്ടകാലത്തിനായിരുന്നു പലപ്പോഴും മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിഗ്രി എടുത്തുകൊണ്ടായിരുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന വലിയൊരു പ്രതീക്ഷയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത്.